അർജുൻ ആയങ്കി പോലീസിന് പിടികൊടുക്കാതെ നടക്കുകയാണ്. ഇപ്പോൾ അവസാനം നമ്മൾ കണ്ടത് 5:57 എടപ്പാളിലെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ആയുർവേദ ആശുപത്രിയിൽ അവിടെ എത്തിയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിരിക്കുന്നു. അർജുൻ ആയങ്കിയെ സഹായിക്കാൻ ചില ആൾക്കാരും അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഗുണ്ടകളായ 5 പേരെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അതുപോലെ തന്നെ പരിസര പ്രദേശത്തു നിന്നും ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാരലായി ഗുണ്ടാ സംഘങ്ങളെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ ആയങ്കി. അയാൾക്ക് എല്ലാ ജില്ലയിലും ആളെ ആവശ്യമുണ്ട്. കാരണം സ്വർണം തട്ടിപ്പറിക്കലും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഇപ്പം പോലീസിനെ ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുന്നു. കോതമംഗലത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കോതമംഗലം SHOയും അതുപോലെ തന്നെ ഊന്നുകൽ SHOയും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഒരാൾ സമാനത്തോടെ പെൻഷൻ വരെ വാങ്ങില്ല, അങ്ങനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് കോതമംഗലം CAയോട് പറഞ്ഞിരിക്കുന്നു. ഇതൊരു ഭീഷണിയാണ്. ഇത് രാജ്യദ്രോഹകരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള ഗവൺമെൻറ്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമാധാന ലംഘനം നടത്തുന്ന ഒരു വ്യക്തി അവരെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വലിയ കുറ്റകരമാണ്. ഇയാൾക്കെതിരായിട്ടുള്ള പ്രിവെൻറ്റീവ് അറസ്റ്റോ കേസുകൾ അറസ്റ്റോ ഒന്നുമല്ല നമുക്ക് ആവശ്യം. ഇയാൾക്കെതിരായിട്ട് അതിശക്തമായ നടപടിയെടുത്തേ പറ്റുള്ളൂ. അതിലേക്കാണ് പോലീസ് വരേണ്ടത്. കാരണം ഇതൊരു സെഡീഷനാണ്, രാജ്യദ്രോഹം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് ഇദ്ദേഹത്തിന് 124A കേസെടുക്കണം. കാരണം ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെയും ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഭീഷണിപ്പെടുത്തുകയും വകവരുത്തുകയും ചെയ്യുന്നു. അവർക്ക് ആ ഭീഷണിയുടെ പുറത്ത് അവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് അർജുൻ ആയങ്കി. അതുകൊണ്ട് 124 രാജ്യദ്രോഹത്തിന് തന്നെ അയാൾക്ക് കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം. ഏതായാലും അയാൾ ഇപ്പോൾ പോലീസിനെ കബളിപ്പിച്ച് മൊബൈൽ ഫോണിൽ കൂടെ പല പല വാർത്തകളും അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അത് തീർച്ചയായിട്ടും ആ ടെക്നോളജിയുടെ മെച്ചം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് വൈഫൈ ആണ് ഈ അർജുൻ ആയങ്കി യൂസ് ചെയ്യുന്നത്. ആ വരുന്ന സംഭാഷണങ്ങളും എല്ലാം അത് വേറെ ആൾക്കാരാണ് അത് ചെയ്യുന്നത്. കാരണം വൈഫൈ കൂടെ വരുന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ അത് റേഡിയോ സിഗ്നലിൽ കൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ആരുടെ മൊബൈൽ ഫോണാണ് അത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ. അതുകൊണ്ട് ഈ വൈഫൈ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു വയർലെസ് ആണ്. നമുക്ക് റേഡിയോയുടെ കാര്യങ്ങൾ നമുക്കറിയാം. റേഡിയോ നമുക്ക് ആൻറ്റിന വെക്കണം. അതിന് നമുക്ക് വയർലെസ് റേഡിയോ ഫ്രീക്വൻസി മതി, അന്തരീക്ഷത്തിൽ കൂടെ പൊക്കോളൂ. അതിന് നമുക്ക് യൂട്യൂബിൻ്റെ ടെക്നോളജിയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ടെക്നോളജിയോ ഒന്നും ആവശ്യമില്ല. ഇത് ഈ അന്തരീക്ഷത്തിൽ കൂടെ നമുക്കറിയാം, പാട്ട് കേൾക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 2.4 2.4 GHz അല്ലെങ്കിൽ 5 GHz ആ ഫ്രീക്വൻസി പോകുന്നത്. ആ ഫ്രീക്വൻസി കൂടെ പോയിട്ട് അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന് നമ്മളെ ആ വിവരങ്ങൾ സന്ദേശങ്ങൾ എത്തിക്കുകയാണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ഏത് മൊബൈൽ ഫോണാണെന്ന് കണ്ടെത്താൻ പറ്റില്ല. അതിനുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ആ വൈഫൈ വരുമ്പം ആ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ആ കോള് വൈഫൈയുടെ ആണ് എന്ന് തോന്നിയാൽ അവിടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ആരാണ് അയച്ചത്, ഏത് മൊബൈലിൽ നിന്നാണ് വരുന്നത് നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് വൈഫൈയെ പറ്റി പോലീസിന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അത് ഇയാളല്ല ചെയ്യുന്നത്. അത് ഇയാളെ ഗൈഡ് ചെയ്യുന്ന, ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സംഘമുണ്ട്. അവരുടെ ടെക്നോളജിയിലാണ്, ഈ വൈഫൈ ടെക്നോളജിയിലാണ് ഈ മെസ്സേജുകളെല്ലാം വരുന്നത്. നമ്മുടെ അടുത്തിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ച് പറയും, ഞാൻ ഇവിടെയുണ്ട് അവിടെയുണ്ട് ഇന്ന്. അത് ചിലപ്പോൾ ആ വൈഫൈ ടെക്നോളജി വരുന്നത് വിദേശത്തു നിന്നും ആകാം, എവിടെ നിന്നും ആകാം. പക്ഷേ ഇതിനകത്ത് ചില
വന്ന വാചകങ്ങൾ നോക്കണം. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മലയാളി പറയുന്ന വാക്കുകൾ ഉള്ള വാചകങ്ങൾ തന്നെയാണ് ഇയാളുടേതായിട്ട് നമ്മൾ കേൾക്കുന്നത്. അതിനകത്ത് ഒരു കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് വന്ന ഒരെണ്ണം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഈ കേസിൻ്റെ അന്വേഷണം ആരോ ഷൗക്കത്ത് അലിയെ ഏൽപ്പിക്കണം, കോഴിക്കോട് കമ്മീഷണറെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പം അതിന് ഇയാളൊരു റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്, കോഴിക്കോട് കമ്മീഷണർ മായാവിയാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പം അത് നല്ല മലയാള ഭാഷ അറിയാവുന്നവർ അങ്ങനെയുള്ള വാക്കുകളും പെട്ടെന്ന് ത്വരിതഗതിയിലൊന്നും ഈ രീതിയിൽ പ്രതികരിക്കാനൊന്നും ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെയാണ് വരുന്നത്? നല്ല ശുദ്ധ മലയാളത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ലതായിട്ട് സംസാരിക്കുന്ന ആരോ ആണ് ഇത് പ്രോംപ്റ്റ് ചെയ്ത് വിടുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ആണ് നമുക്കിപ്പം വരുന്നത്. അത് വൈഫൈ കൂടെ ആണ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിന് കഴിയാതെ വരുന്നത്. എന്തായാലും ഇപ്പോൾ എടപ്പാളിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഇയാൾ തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് എന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇതുവരെ ഇയാൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ ഏകദേശം 10-21 കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് വരുന്നത്. പക്ഷേ ഇയാളെ ഇനി അറസ്റ്റ് ചെയ്യേണ്ടത് ആ വകുപ്പുകളൊക്കെ ഇയാൾ ജാമ്യത്തിൽ കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് 124A രാജ്യദ്രോഹകരമായ കേസിൽ ഇയാളെ അകത്താക്കിക്കളയണം. അവിടെ കിടക്കട്ടെ ഇയാൾ. കാരണം സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തുന്നതാണ്. അതുപോലെ ആഭ്യന്തരമന്ത്രിയും ഭീഷണിപ്പെടുത്തുന്നത് അത് രാജ്യദ്രോഹകരമായ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് വേറെ ഒന്നും എടുക്കില്ല. ഇയാൾക്കെതിരായിട്ട് അടിയന്തരമായിട്ട് 124A ഒരു കേസ് എടുക്കുക, നടപടികൾ മുന്നോട്ട് പോകണം. ഇയാളെ പിടിച്ചു കഴിയുമ്പോൾ അതിലേക്ക് റിമൈൻഡ് ചെയ്യണം. ഇയാൾ വർഷക്കണക്കിന് അവിടെ കിടക്കട്ടെ. കാരണം ഇങ്ങനെ ഒരാളെ സമൂഹത്തിന് ആവശ്യമില്ല. അത് ചില ഗുണ്ടകൾക്ക് ആവശ്യമുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇയാൾ ഓർഗനൈസ്ഡായിട്ട് ക്രിമിനൽസിനെ സംഘടിപ്പിച്ച് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടല്ലോ 5 പേരെ. അപ്പോൾ ധാരാളം പേരെ അവരെയൊക്കെ അബറ്റ്മെൻറ്റിലേക്ക് ഈ കേസിനകത്ത് 124A അയാളുടെ കൂടെ ചേർത്തിട്ട് അവരെയും അറസ്റ്റ് ചെയ്യണം. കാരണം ഇത് നിശേഷം ഇവരുടെ ശക്തി കുറയ്ക്കേണ്ട ഒരു ആവശ്യം സംസ്ഥാനത്തിനുണ്ട്. ഇനി അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഭയമില്ല എന്നൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അയാൾക്ക് ഭയമുണ്ടെങ്കിൽ നേരിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങ് കീഴടങ്ങുന്നതാണ് ബുദ്ധി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിചാരിക്കുന്ന പോലെ കൊണ്ടെത്തിക്കാൻ അയാൾ വിചാരിക്കുന്നതും അയാളുടെ കീഴിൽ അയാളെ സഹായിക്കുന്ന കുറച്ച് ആദർശശാലികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അവരെയൊക്കെ ഇയാളെ തീർച്ചയായിട്ടും കുരുതിക്ക് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാളേതായിട്ട് വരുന്ന ഈ വാചകങ്ങളും വാക്കുകളുമൊക്കെ വേറെ ആരോ എവിടെ നിന്ന് വൈഫൈ കൂടെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല ഭാഷയിലാണ് വരുന്ന മറുപടികളെല്ലാം. അത് ഇയാൾ ഒരു കാലത്തും ഇയാൾക്ക് ആ രീതിയിൽ മറുപടി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇയാളുടെ ഈ വൈഫൈ ആ റൂട്ട് കൂടെ വരുന്ന വാചകങ്ങളെല്ലാം ഇയാളുടെ അല്ല. പക്ഷേ ആ ഭാഷ തീർച്ചയായിട്ടും അത് ഇയാളുടെ ആയിരിക്കാം. കാരണം അതിൻ്റെ സൗണ്ട്, ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ഇയാളുടെ ശബ്ദം അനുകരണങ്ങളെല്ലാം മിക്കവാറും അത് തന്നെയായിരിക്കാം. അയാൾ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എഴുതി കൊടുക്കുന്ന വാക്കുകൾ അത് വൈഫൈ കൂടെ വരുന്നതാണ്. അത് അദ്ദേഹം നോക്കി വായിച്ച് തട്ടിവിടുന്നതായിരിക്കാം. അതിന് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ ടെക്നോളജിയിൽ ഇപ്പോൾ എനിക്ക് സൈബർ സെല്ല് അതിലേക്ക് കയറിയിട്ടുണ്ടാവും. ഈ വൈഫൈ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ആ വൈഫൈ ഉപയോഗിക്കുന്ന ആൾ തീർച്ചയായിട്ടും അത് ചിലപ്പം വിദേശത്തായിരിക്കാം, അത് ഇയാളുടെ ഫോളോവർ ആയിരിക്കാം. ആ രീതിയിലാണ് പോലീസിനെ ഇട്ട് കബളിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അധികം ദിവസം ഇത് നീണ്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഇയാൾക്ക് രാജ്യദ്രോഹത്തിനെതിരായിട്ട് കേസെടുക്കണം. ഇയാളോട് സഹകരിക്കുന്ന ആരായാലും ശരി, ഇയാളെ ഗുണ്ടകളായ പല ജില്ലകളിലും ആൾക്കാർ കിടപ്പുണ്ട്. അവർ ഈ 124A തന്നെ പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് അങ്ങനെ ഒരു രാജ്യത്തെ തന്നെയും ഒരു സംസ്ഥാനത്തെ തന്നെയും ആഭ്യന്തര വകുപ്പിനെയും ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ആ രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇയാൾക്കിനി സുപ്രീം കോടതി പോയാലും ജാമ്യം ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പോലീസ് അല്പസ്വല്പം സമയം എടുത്തേക്കുമായിരിക്കും. കാരണം ഇയാളെ വൈഫൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇയാളെ ലൊക്കേറ്റ് ചെയ്ത് വരാൻ കുറച്ചുകൂടെ താമസിക്കും. എങ്കിലും 3 ജില്ലയിൽ ഇയാളുണ്ട്. അതുകൊണ്ട് പോലീസ് വളരെ സൂക്ഷ്മതയോടെ മുന്നേറിക്കഴിഞ്ഞു. അത് ആലുവ റൂറൽ SP സുദർശനാണ് ഈ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ DYSP മൂവാറ്റുപുഴയും ഉണ്ട്, ഊന്നുകൽ ഇൻസ്പെക്ടറുണ്ട്, 2 SIമാരുണ്ട്. അത് തന്നെയല്ല ഇപ്പം ലോക്കലിലെ SP മാരും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് കുടുങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.